ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ. ഇന്നും രാവിലെ വീടെത്തുമ്പോൾ തന്നെ അമ്മ കുഞ്ഞു മാങ്ങാപ്പഴമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങാപ്പഴം. ഇത് എന്ത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല, കിട്ടിയാൽ കഴിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ നാട്ടിൻപുറം ശരിക്കും നല്ല നാട്ടിൻപുറവും ഞങ്ങളുടെ പുഴയോരവും ഇപ്പോഴൊക്കെ ഒരുപാട് മിസ്സിങ് തന്നെയാണ്. അതെ, ഞങ്ങളുടെ കൂട്ടും ഇപ്പം എല്ലാവർക്കും രണ്ട് മക്കളായി. വിച്ചിനെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വിച്ച് കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അഞ്ചു, രഞ്ജി, ഞാൻ ഇതെല്ലാം പ്രതീക്ഷിക്കാത്തൊരു വിരുന്ന് വരവാണ്. ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. ചീത്ത പറയുന്നത് പോലും ചിരിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരു വർത്തമാനം പറഞ്ഞാൽ രണ്ട് ചിരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയാൽ. ഇത് രഞ്ജിയുടെ മകൻ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചെറുത് മാത്രം കരയണു പറഞ്ഞിട്ട് അഞ്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, പിന്നെ എൻ്റെ കുഞ്ഞിയും വരിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഡെയിലി രാവിലെ പോയിട്ട് വൈകുന്നേരം വരെയാണ് പണി നടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഫസ്റ്റ് ദിവസം പോകുമ്പോൾ രഞ്ജി ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം പോകുമ്പോൾ രഞ്ജി വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷിക്കാതെയാണ്. അതിൻ്റെ പിറ്റേ ദിവസം പോകുമ്പോൾ അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു, അതും പ്രതീക്ഷിക്കാതെ. പക്ഷെ ഒരുപാട് നേരം നമുക്ക് അവരുടെ കൂടെ ഒന്നും എനിക്ക് കൂടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിവിടെ റോഡ് സൈഡ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സംഭവമുണ്ട്. അത് കുറേ പണ്ട് മുതൽ തന്നെയുള്ള, പണ്ടല്ല ഒരുവിധം കുറച്ച് മുന്നേ ഞങ്ങളിവിടെ ഇരിക്കാനൊരു സംഭവം ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊരു പലക പോലെയുള്ളൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റോഡ് സൈഡ് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട, ചെറുതേ ഉറങ്ങി എണീറ്റിട്ട് കരഞ്ഞിട്ട് വന്നതാണ്. ഉറക്കിയിട്ടാണ് അഞ്ചു ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അഞ്ചിൻ്റെ വീട് കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെ താഴെയായിട്ട്. ഞങ്ങളെല്ലാവരും ഇപ്പുറത്ത്. ചെറുതിലേ പൊടീനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു പോകണം. രാവിലെ വന്നതാണ്, ഇവിടെ പണിയുള്ളത് കൊണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് അവിടെ പോവും വരും. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിലൊരു വീഡിയോ എടുത്താണ് കേട്ടോ. കുഞ്ഞ് നേരത്തെ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. വരിക്കുട്ടിയും ഞാനും കൂടെയാണ് സൈക്കിളിൽ പോകുന്നത്. ഇന്നും നടന്ന് പോകുമ്പോൾ ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പാലത്തെത്തുമ്പോൾ ഒരു ഓട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ അതിൽ കയറിയിട്ടാണ് പോവുക. വേറെ ആരെയും ഫോൺ ചെയ്തിട്ടൊന്നും വരാൻ പറഞ്ഞില്ല. ഓട്ടോ ആരെങ്കിലും ഫോൺ ചെയ്ത് ഓട്ടോ വരാൻ പറഞ്ഞാൽ വരുമൊക്കെ ചെയ്യും കേട്ടോ ഓട്ടോക്കാരെ. അങ്ങനെയൊന്നും വിളിച്ചില്ല. ഞാൻ നടന്നു പോകുമ്പോൾ കിട്ടിയ ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, പക്ഷേ സൂര്യൻ അസ്തമിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരിക്കുട്ടി എൻ്റെ കൂടെ അല്ല, കുറച്ച് അവൻ സൈക്കിളിൽ മുന്നേ പോവും, ഞാൻ പുറകെ നടക്കും. ഇടയ്ക്ക് അവൻ പകുതിയിൽ നിൽക്കും, എന്നിട്ട് ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി എന്നെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അറ്റം എത്തിയിട്ടുണ്ട്. ഞാനിതാ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പുഴയും ഞങ്ങളുടെ തിരുനെല്ലായി ഗ്രാമവും, ഇവിടെ തിരുനെല്ലായി ഗ്രാമവും തേരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് തിരുനെല്ലായി ഗ്രാമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ്. ഇവിടെയാണ് ബസ് തിരിച്ചു പോണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബസ് കയറാൻ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഈ ആൽമരവും എൻ്റെ ഓർമ്മയിലുള്ള ആൽമരമാണ്. വലിയ പണ്ടുള്ള ആൽമരമുണ്ട്. അതിൻ്റെ ചുറ്റും നമ്മൾ ഇരിക്കാനായിട്ട് സിമെൻറ്റും കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് എല്ലാവരും വന്ന് ബസ് വെയിറ്റ് ചെയ്ത്. ഞങ്ങൾക്ക് തിരുനെല്ലായിക്ക് സമയത്തിനേ ബസ്സുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബസ്സൊന്നുമില്ല. 10 മിനിറ്റ് ഗ്യാപ്പിലൊന്നും ബസ്സില്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ആൽമരത്തിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നടന്നു വരുമ്പോഴേ ഇതൊക്കെ പിള്ളേർക്ക് പറ്റുള്ളൂ. ബൈക്കിലോ ഏട്ടൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവന്മാർ സൈക്കിളിലാണെങ്കിലും ആരും ഇല്ലെങ്കിൽ അവർ നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ നടന്നായതുകൊണ്ട് വരിക്കുട്ടി നിൽക്കമ്മ കുറച്ച് നേരം ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ട് വൈകുന്നേരം അധികം വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് പണികളുണ്ട്. ആ പയർ വിത്ത് ഇന്നലെ പകുതി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴേക്കും മഴ പെയ്തതല്ലേ. അപ്പോൾ ഇന്ന് ബാലൻസും കൂടെ പയറിടാമെന്ന് വിചാരിച്ചിട്ടേ ഒന്നും കൂടെ കുത്തിക്കളച്ചിട്ട് പയറിടട്ടെ എന്ന് പറഞ്ഞിട്ടേ പയർ വിത്ത് ഒരു 3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 പാക്കറ്റ് വാങ്ങി പയർ വിത്ത്, എന്നിട്ട് എനിക്ക് നിറയെ പയർ കിട്ടി. എന്നാൽ ഇന്ന് 3 പാക്കറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് 3 പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. 10 രൂപയുടെ പാക്കറ്റ്. അതിട്ട് തന്നെ പയർ കുഴിച്ചിട്ടാൽ തന്നെ നിറച്ചും പയറുണ്ടാവും. അങ്ങനെ ഇന്ന് വരിക്കുട്ടി വന്ന ഉടനെ കളിക്കാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞി ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു. കുഞ്ഞിയാണ് പയർ ഇടാൻ സഹായിച്ചത്. നോക്കട്ടെ എത്ര പയർ കിട്ടുന്നു അല്ലേ കുഞ്ഞെ. എനിക്കിങ്ങനെ പയറും വെണ്ടയ്ക്കയും അതൊക്കെ കൃഷി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് മാത്രമാണ്
ഇങ്ങനെയൊന്നും ഇടാൻ പറ്റാത്തത്. ഈ ഒരു സ്ഥലത്ത് കുഞ്ഞു സ്ഥലമായതുകൊണ്ട് ഇവിടെ പയർ കഴിഞ്ഞ തവണ ഇട്ടു നന്നായി കിട്ടിയത് കൊണ്ട് ഇത്തവണ അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വെണ്ടയ്ക്ക അങ്ങനെയൊന്നും ഒന്നാമത് സ്ഥലം കുറവ് തന്നെയാണ്. ഇപ്പുറത്തെ സൈഡ് തീരെയില്ല, ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലമില്ലല്ലോ. ഈ സൈഡ് പിന്നെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, നോക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ നല്ലോണം പുല്ല് മുളച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അതൊക്കെ പറിച്ച് മതിയാവും. അപ്പോൾ ഞാൻ ശരി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ഇടുന്നില്ല. എന്നാലും പറ്റണതൊക്കെ ഞാൻ ഇതാണ്ട, ഇവിടെയൊക്കെ പുല്ലായിരുന്നു. മാക്സിമം ഞാനിങ്ങനെ വൃത്തിയാക്കി. അതിനു വേണ്ടി എനിക്കൊരു കുഞ്ഞു കൈക്കോട്ടൊക്കെ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് ഏട്ടൻ്റെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും പയർ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നേരെ ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കൈകാലം കഴുകി ഉള്ളിൽ കയറുമ്പോഴേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയായിരുന്നു. കാറ്റും മഴയും വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ വീട് പണിയുടെ അങ്ങനെ ഒരു ഇത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഴ ഇഷ്ടം തന്നെ. എല്ലാവരും ഇതുവരെ വെയിൽ വന്നപ്പോൾ വെയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ 2 ദിവസം മഴ വരുമ്പോഴേക്കും എല്ലാവർക്കും മതിയായി മഴേനെ. അയ്യോ മഴ എന്നായി. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, മഴക്കാലത്ത് കൊണ്ട് വീട് വയ്ക്കുമ്പോൾ പിന്നെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഇല്ല കുഴപ്പമില്ല, നനയ്ക്കാണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊരു സമാധാനം. ആ മഴ കൊണ്ട് കെട്ടിയ ചുമരൊക്കെ നനയുമല്ലോ. പിന്നെ നേരെ അടുക്കളയ്ക്കാണ്. 2 തരം മീൻ രാവിലെ വാങ്ങി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ രാവിലെ ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ കഴിക്കുന്നത്. വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അയല മീനായിരുന്നു. അയല ചെമ്പാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ പച്ചമാന്തളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയല ചെമ്പാൻ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് കഴുകാൻ പറ്റുമല്ലോ. ബാക്കി ഈ സമയം കിട്ടിയപ്പോൾ ഈ മാന്തളിൽ നിന്ന് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അയല ചെമ്പാനാണ് കറി വെച്ചത്. അയല ചെമ്പാൻ കറിയും വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ അയല ചെമ്പാൻ തന്നെ ഫ്രൈയും ചെയ്തെടുത്തു കേട്ടോ. ഇത് നാളെ വെക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നല്ല മുട്ടയും നല്ല ദശയുള്ള മീൻ കേട്ടോ. ഈ മാന്തൾ നങ്കിമീൻ എന്ന് പറയില്ലേ, അതെ പച്ച. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെച്ച് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അവന്മാർ വിശക്കാൻ തുടങ്ങി. ഇത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ അടുക്കളയിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ മീൻ വറുക്കാനൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ ബാക്കിലൊക്കെ നോക്കണം. ബാക്കിൽ ചെടി ഈ സീതാരിങ്ങ പഴത്തിലേ പൂക്കളുണ്ടാവുന്നുണ്ട്, പക്ഷേ ഒരു കായ പോലും വരുന്നില്ല. അതൊരു സങ്കടം. ഇങ്ങനെ നോക്കി നിന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുത്തുകൊണ്ട് അവന്മാർ നേരത്തെ കഴിച്ചല്ലോ. പിന്നെ ഞാനും ഏട്ടനും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ടാറ്റാ.